നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായപ്ര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായില്ല. ഭൂരിപക്ഷ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് അവിശ്വാസം മാറ്റിവെച്ചത്. UDF-ൽ നിന്നുള്ള ഒരംഗം പോലും യോഗത്തിൽ പങ്കെടുത്തില്ല. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായില്ല. പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും അവിശ്വാസം കൊണ്ടുവരുന്ന കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നതാണ് അവിശ്വാസം പരാജയപ്പെടാനുണ്ടായ കാരണം. UDF-ലെ മുസ്ലിം ലീഗും കോൺഗ്രസും അവിശ്വാസത്തിൽ പങ്കെടുത്തില്ല. LDF-ലെ ഒരംഗം ആശുപത്രിവാസത്തെ തുടർന്ന് അദ്ദേഹത്തിനും എത്തുവാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ അവിശ്വാസം പിന്നീട് പരിഗണിക്കാൻ മാറ്റിവെക്കുകയായിരുന്നു. വോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ് കാണിച്ച മനോഭാവത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകേണ്ട മുസ്ലിം ലീഗ് അണികളെ പറഞ്ഞു പറ്റിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് EM ഷാജി പറഞ്ഞു. അവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വരാതിരുന്നാൽ വരുന്ന ആളുകളുടെ ഭൂരിപക്ഷത്തിൽ പാസ്സാകുന്ന ഒരു സംഭവമല്ല അവിശ്വാസം. നമ്മൾ എത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങളാണോ ആ അംഗങ്ങളിൽ 50% ആളുകൾ അവിശ്വാസത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ അകത്ത് ഒരാളെങ്കിലും, അതായത് 51% വോട്ട്, അതായത് ഒരാളെങ്കിലും കൂടുതൽ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ അത് പാസ്സാവുകയുള്ളൂ എന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളായ UDF-ൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ ആളുകൾക്കറിയാം. അപ്പോൾ ലീഗ് വിട്ടു നിൽക്കുമ്പോൾ അതോടൊപ്പം അവരും വിട്ടു നിന്നാൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ അണികളോട് പറഞ്ഞു ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് പറയാം, ഞങ്ങൾ UDF, ഞങ്ങൾ ലീഗ് എന്ന നിലയിൽ ഈ സംവിധാനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും, അന്നെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറയും ഞങ്ങളും അതിനകത്ത് വിട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഒട്ടച്ചങ്ങായിമാരായിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ലീഗിനോട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഇതിന് പകരം ചെയ്യേണ്ടിയിരുന്നത് ലീഗിൻ്റെ ഈ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ 3 എണ്ണവും ഞങ്ങൾ LDF-ൻ്റെ ഈ അവിശ്വാസ പ്രമേയത്തിനൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റിന് എതിരായി വോട്ട് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതായിരുന്നു സാധാരണ ജനങ്ങളോട് കാണിക്കേണ്ട നീതി എന്നാണ് എൻ്റെ അഭിപ്രായം, ഞങ്ങളുടെ LDF എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം. ഭരണപക്ഷം കൊണ്ടുവന്ന വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസം പരാജയപ്പെട്ടതോടെ പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടാണെന്ന അവകാശവാദവുമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കിയും രംഗത്തു വന്നു. പായിപ്ര പഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ 12 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ശ്രീ PM അസീസ് കോൺഗ്രസിനെ ചതിച്ച് ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയി അവിടെ പ്രസിഡന്റ് ആയതോടുകൂടി 11 അംഗങ്ങളായി ഐക്യജനാധിപത്യ മുന്നണിയുടെ അംഗസംഖ്യ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും 2 തട്ടിലാക്കി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വൈസ് പ്രസിഡന്റിനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹമാണ് ഇന്നിവിടെ പൊളിഞ്ഞിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ശ്രീ PM അസീസ് പ്രസിഡന്റായപ്പോൾ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഭരണവും തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുപോകാൻ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്ന് അതിനെ തോൽപ്പിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പങ്കെടുക്കാതിരുന്നു, അതുപോലെ തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കാത്തത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.